പിന്നെ ഇങ്ങനെ ആരും കാണാതെ ഈ ചെറിയ സ്ക്രീനിൽ മാത്രം നോക്കി എടുക്കുക എന്നുള്ളത് വളരെ ക്ലേശകരമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ പറയാൻ വിചാരിച്ചത് പലതും കഴിഞ്ഞ പ്രാവശ്യം പറയാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു ബോറിംഗ് ആയിട്ടുള്ള ക്ലാസ്സായി പോയി. ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ സാധാരണ രീതിയില് വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നല്ല കുറുമ്പന്മാരും ആയിരിക്കും. അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് അങ്ങനെയാണ് പോവുക. അപ്പൊ ഇതങ്ങനെ പെട്ടെന്ന് കാണുന്നത് വളരെ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞിരുന്നു. ഏതായാലും നമുക്ക് നമ്മുടെ വേദങ്ങളിലേക്ക് ഒന്ന് കടന്ന് നോക്കാം. വേദങ്ങളിലെ ദേവതാ സങ്കല്പം. ആ സങ്കല്പം നമുക്കറിയാം വേദങ്ങള് എല്ലാ പ്രകൃതി ശക്തികളെയും ദേവതകളായി കണ്ട് ആരാധിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ വലിയ ഒരു സത്യം, വലിയ ഒരു ആശയം അതിന്റെ പിന്നിൽ ഉണ്ട്. കാരണം എല്ലാവരും പറയാ എന്താന്ന് വെച്ചാല് പ്രകൃതി ശക്തികളെ എങ്ങനെ ആരാധിക്കുന്നു, ഇതൊക്കെ അന്ധമായ ആരാധനയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉജ്ജ്വലമായ സംസ്കാരത്തെ, വൈദിക സംസ്കാരത്തെ നിന്ദിക്കുന്ന ധാരാളം ആളുകൾ ഇന്നുമുണ്ട്. പക്ഷെ അവർക്കത് മനസ്സിലാകുന്നില്ല. വാസ്തവത്തിൽ ഒരേ ഒരു ഈശ്വര ശക്തിയെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഒരൊറ്റ ഈശ്വര ശക്തിയാണ്. അതും വേദം തന്നെ പറയുന്നുണ്ട്. വേദം എങ്ങനെയാണ് പറയാ? യച്ചിദ്ധി ശശ്വതാതന ദേവം ദേവം യജാമഹേ ത്വം ഇദ് ഹൂയദേഹവിഹി എന്നാണ്. ഞങ്ങൾ യച്ചിദ്ധി ശശ്വതാതന ദേവം ദേവം യജാമഹേ. ദേവം ദേവം യജാമഹേ എന്ന് പറഞ്ഞാൽ ഓരോ ദേവനെയും നിങ്ങൾ യജിക്കുന്നു. ഓരോ ദേവനും വേണ്ടി ഞങ്ങൾ യജ്ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങനെ യജ്ഞങ്ങൾ സമർപ്പിച്ചാലും ത്വം ഇദ് ഹൂയതേ ഹവിഹി, അല്ലയോ അഗ്നിമയനായ ദേവ, അങ്ങയിൽ മാത്രമാണ് ഞങ്ങളുടെ എല്ലാ ഹവിസുകളും വന്നു ചേരുന്നത്. എത്ര വലിയൊരു വീക്ഷണമാണെന്ന് നോക്കൂ. ഏത് രൂപത്തിൽ നമ്മൾ ധ്യാനിച്ചാലും ഈശ്വരനെ നമ്മൾ ആരാധിച്ചാലും ഓരോ ആരാധനയിലും നമ്മൾ ഈശ്വരന് വേണ്ടി നമ്മുടെ ദ്രവ്യങ്ങൾ, കാഴ്ച ദ്രവ്യങ്ങൾ നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏത് ദേവനെ ഉദ്ദേശിച്ച് നാം സമർപ്പിച്ചാലും അതെല്ലാം ഒരൊറ്റ ദേവനിൽ തന്നെയാണ് എത്തിച്ചേരുന്നത്. അപ്പൊ പല പല ദേവന്മാരെ നമ്മൾ ആരാധിക്കുന്നു. അതായത് ദൈവികത്വം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ദേവതകളെ കണ്ടുകൊണ്ട് ആരാധിക്കുകയാണ്. ദേവത എന്ന് പറഞ്ഞാൽ ദേവനാണെങ്കിലും ദേവിയാണെങ്കിലും അവരിലുള്ളത് ദേവത, ദേവത്വം ആണ്. ദേവത എന്നുള്ള വാക്കിനർത്ഥം ദേവത്വം എന്നാണ്. നമ്മളിപ്പോ പറയില്ലേ മനുഷ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യത്വം എന്നാണ് അതിന് അർത്ഥം. അപ്പൊ ത ഇത് സംസ്കൃതത്തിൽ ആ ഭാവത്തെ കാണിക്കുന്നതാ. മനുഷ്യന്റെ ഭാവം മനുഷ്യത്വം അഥവാ മനുഷ്യത. അതുപോലെയാണ് ദേവന്റെ ഭാവം അഥവാ ദേവിയുടെ ഭാവം എന്താണ്? ദേവത്വം അഥവാ ദേവത എന്നുള്ളത്. അപ്പൊ എന്തിനാണ് നമ്മൾ ദേവത്വം ദർശിക്കുന്നത്? ആദ്യമേ തന്നെ നാം നോക്കിയാൽ നമ്മളുടെ ജീവിതം ഇവിടെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തെല്ലാം ആവശ്യമുണ്ടോ, അനിവാര്യമായിട്ടുണ്ടോ, അതിനെയൊക്കെ നമ്മൾ ദേവന്മാരായി അഥവാ ദേവതകളായി കാണുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ സാധാരണ പറയാറുണ്ട്, വിശക്കുന്നവന്റെ മുമ്പിൽ ഈശ്വരൻ അപ്പത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. നോക്കൂ, വിശക്കുന്നവന് ജീവൻ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണം വേണം. അപ്പോ വിശന്ന് പൊരിയാണ് ഒരാൾ, മരിക്കാൻ പോവാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് വേണം? ഭക്ഷണം വേണം. ആ ഭക്ഷണം ആര് നൽകുന്നുവോ അയാൾ എന്താ പറയാ? ഓ, ഈശ്വരനാണ് ഈ ഭക്ഷണവുമായിട്ട് അങ്ങേ ഇങ്ങോട്ട് അയച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭക്ഷണം തന്നെയാണ് ഈശ്വരൻ. അതാണ് വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവം, ഈശ്വരൻ അപ്പത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ വിശക്കുന്നവന് ജീവൻ നിലനിർത്താൻ
അപ്പം അഥവാ ഭക്ഷണം ആവശ്യമാണെങ്കിൽ തദ്വാര അതിലൂടെ ദേവത്വം വരുന്ന ഭക്ഷണം, അതിനേക്കാൾ ഒരു പടി കൂടെ മുകളിലാണ് നമ്മുടെ ജീവൻ നിലനിർത്താൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള എന്താണ്? വായുവാണ് അല്ലേ? വായു ഇല്ലെങ്കിൽ, ഭക്ഷണമില്ലെങ്കിൽ 10-15 ദിവസമൊക്കെ ജീവിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചാന്തോഗ്യോപനിഷത്തില് അങ്ങനെ പറയുന്നുണ്ട്. ശ്വേതകേതു എന്ന് പറയുന്ന കുട്ടിയോട് അയാളുടെ അച്ഛൻ ഉദ്ദാലകൻ പറയുന്നുണ്ട്, ശ്വേതകേതു നീ ഒരു 15 ദിവസം ഉപവസിക്കൂ എന്ന് പറയാം. ഭക്ഷണം കഴിക്കാണ്ട് 15 ദിവസം ഇരിക്കാൻ പറയാം. വെള്ളം മാത്രം കുടിക്കണം. കാരണം ജലമയമാണ് നമ്മുടെ പ്രാണൻ. അതുകൊണ്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചില്ലെങ്കിൽ വേഗം മരിച്ചു പോകും. 4 ദിവസം കുടിച്ചില്ലെങ്കിലും ആട് മരിച്ചു പോകും. പക്ഷെ ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് നിൽക്കൂ നീ എന്ന് പറയുന്നുണ്ട്. ശ്വേതകേതു 15 ദിവസം ഭക്ഷണം കഴിച്ചില്ല. അച്ഛൻ പറഞ്ഞത് അതുപടി അനുസരിക്കുകയാണ് ആര്? ശ്വേതകേതു. ഇന്ന് നമ്മുടെ കുട്ടികൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അച്ഛനമ്മമാര് പറയണത് ഒന്നും അനുസരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത് മിക്കവാറും, അല്ലേ? അച്ഛനും അമ്മയും പറയണത് ഭക്ഷണം കുട്ടികൾ കഴിക്കോ? ഇല്ല. അവർക്ക് അവരുടെ രീതികളാണ്. പച്ചക്കറി കഴിക്കാൻ പറഞ്ഞാൽ പച്ചക്കറി കഴിക്കില്ല കുട്ടികൾ, അധികം കുട്ടികളും അങ്ങനെ ആയിരിക്കുന്നു. അപ്പൊ ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പച്ചക്കറി മേടിക്കാൻ പോകും. പച്ചക്കറി മേടിച്ചിട്ട് വരുമ്പോ 3-4 കിലോ പച്ചക്കറി മേടിക്കുമ്പോൾ കടക്കാരൻ തന്നെ ചോദിക്കും, അപ്പൊ നിങ്ങളുടെ മക്കളൊക്കെ പച്ചക്കറി കഴിക്കുമോ എന്ന് അത്ഭുതത്തോട് കൂട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയിട്ടുണ്ട്. അത് പോട്ടെ. അപ്പൊ ശ്വേതകേതു എന്താണ് അച്ഛൻ പറഞ്ഞത് മുഴുവൻ അനുസരിച്ചു. 15 ദിവസം ആ കുട്ടി വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇനി നീ ഒരു കാര്യം ചെയ്യൂ, നീ പഠിച്ച വേദമന്ത്രങ്ങളൊക്കെ ഒന്ന് ചൊല്ലൂ എന്ന് പറഞ്ഞു. കുട്ടിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഒരു മന്ത്രവും ഓർമ്മ കിട്ടുന്നില്ല. എന്താ കാരണം? 15 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, എന്നാ നീ ഭക്ഷണം കഴിക്കൂ. ഭക്ഷണമൊക്കെ കഴിച്ചപ്പോ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. നമ്മൾ പറയാറില്ലേ, വിശന്നിട്ട് കണ്ണ് കണ്ടുകൂടാണ്ടായി എന്ന് പറയാറില്ലേ? അതുപോലെ തന്നെയാ മനക്കണ്ണും എന്താകുന്നു? കാണാതെ ആകുന്നു ഭക്ഷണമില്ലാതെ. അപ്പൊ ഭക്ഷണം ഇല്ലെങ്കിലും 10-15 ദിവസം പ്രാണൻ നിലനിർത്താൻ പറ്റും. പക്ഷേ വായുവില്ലാതെ എത്ര ദിവസം നമുക്ക് പ്രാണൻ നിലനിർത്താൻ പറ്റും? പറ്റില്ല അല്ലെ? കൂടിയ 3 മിനിറ്റാണ് പറഞ്ഞിട്ടുള്ളത് വായു കിട്ടാതെ ജീവിക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ ആരെങ്കിലും 4 മിനിറ്റൊക്കെ നിന്നു വരും. അതുകൊണ്ടാണ് വെള്ളത്തിലൊക്കെ പോയാൽ എന്താണ് 3 മിനിറ്റ് ആകുമ്പോഴേക്കും എടുത്താലേ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വായു അതിനേക്കാളും പ്രധാനമാണ്. അതുകൊണ്ടാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു ശിശു ഭൂമിയിലേക്ക് വരുമ്പോൾ, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ, ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അവിടെ നല്ല സുഖമാണ്. അവിടെ നല്ല ഭക്ഷണം കിട്ടും, അല്ലേ? വെള്ളം കിട്ടും, ശ്വാസം കിട്ടും, വായു കിട്ടും, എല്ലാം അവിടെ കിട്ടും. അതുപോലെ തന്നെ എന്താണ്, തണുപ്പൊന്നും ഏൽക്കാതെ അമ്മയുടെ വയറ്റിൽ അങ്ങനെ കിടക്കാൻ നല്ല സുഖമായിട്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താണ്, അതിന്റെ ഒരു പ്രായമായി കഴിയുമ്പോ നമ്മൾ പറയുന്ന 280 ദിവസം, 10 മാസം, 10 ചാന്ദ്രമാസങ്ങളാണ്. ചാന്ദ്രമാസത്തിന് 28 ദിവസമേ ഉള്ളൂ. അപ്പൊ 280 ദിവസം ആവുമ്പോ എന്ത് ചെയ്യണം? അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോ അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോ എന്തായിത്തീരുന്നു? അവിടെ നിന്നുള്ള വായു സപ്ലൈ നിൽക്കും. അതുകൊണ്ടാണ് പ്രസവം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത്? യാതൊരു തടസ്സവുമില്ലാതെ വേഗം നടക്കണം എന്ന് പറയുന്നത്. അതിന് തടസ്സം വന്നാൽ അമ്മയ്ക്കും അപകടമാണ്, കുഞ്ഞിനും അപകടമാണ്. അപ്പൊ ഒരു നിലയ്ക്കും അത് തടസ്സപ്പെടുത്താൻ പാടില്ല. കുഞ്ഞ് പുറത്തു വന്നാൽ ഉടൻ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പറയും കരയുകയാണെന്ന്. കരയുന്നതിന് മുൻപ് ഒരു പരാക്രമമുണ്ട് കുഞ്ഞിന്, അല്ലേ? കുഞ്ഞ് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തും, അല്ലേ? നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തും കുട്ടി. എന്തിനു വേണ്ടിയിട്ടാണത്? പ്രാണവായുവിന് വേണ്ടിയിട്ടാണ്, അല്ലേ? കുഞ്ഞിന്റെ മുഖം എന്തായിരിക്കും? ആവൃതമായിരിക്കും, അല്ലേ? ഒരു പാട കൊണ്ട് ആവൃതമായിരിക്കും. അത് മാറ്റിയാലേ കുഞ്ഞിന് ശ്വാസം കിട്ടുകയുള്ളൂ. ആ ശ്വാസത്തിന് വേണ്ടിയിട്ട് പിടച്ചലാണ് ആദ്യം കാണിക്കുന്നത്. അത് കിട്ടിയാൽ ഉറക്കെ ഉറക്കെ കരയുകയായി.
അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്ന, അമ്മയുടെ വയറ്റിൽ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അത്ര സുഖം ഇവിടെ ഇല്ല. അപ്പൊ എന്തായി? കാറി വിളിച്ച് കരയുകയായി. അപ്പൊ നമുക്കൊക്കെ സന്തോഷമായി. പക്ഷെ ആദ്യമേ തന്നെ എന്തിനാണ്? ശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഈ പിടച്ചൽ നടത്തുന്നത്. അപ്പൊ വായു, ജീവൻ നമുക്ക് എന്താണ്? ഭൂമിയിൽ വന്ന ഉടനെ തന്നെ നമ്മുടെ ജീവനെ നിലനിർത്തണമെങ്കിൽ വായു ആവശ്യമാണ്. അപ്പോൾ ഭക്ഷണത്തെ, അന്നത്തെ നമ്മൾ ദൈവമായി കണ്ടുവെങ്കിൽ അതിനേക്കാൾ മുൻപ് എന്തിനെ ദൈവമായി കാണണം? വായുവിനെ ദൈവമായി കാണണം. അപ്പൊ ആ വായു, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വായുവിൽ ഈശ്വരത്വം നമ്മൾ ദർശിക്കുന്നു, ദേവത്വം ദർശിക്കുന്നു. അപ്പോ അന്നത്തെ ദേവനായി കാണുന്നു, ദേവതയായി കാണുന്നു, വായുവിനെ ദേവതയായി കാണുന്നു. അപ്പൊ വായു എങ്ങനെയാണ്? വേദം പറയാണ്, ആ വാതവാഹി ഭേഷജം വിവാതവാഹി യത് രപഃ ത്വം ഹി വിശ്വഭേഷജോ ദേവാനാം ദൂത ഈയസേ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ്? ആ വാത വാഹി ഭേഷജം, അല്ലയോ വാതമേ. വാദം എന്ന് പറഞ്ഞാൽ എന്താണ്? വായുവാണ്. വീശിക്കൊണ്ടേയിരിക്കുന്നു, എല്ലായ്പ്പോഴും വീശിക്കൊണ്ടേയിരിക്കുന്നതാണ് വായു, ചലിച്ചുകൊണ്ടേയിരിക്കും അല്ലെ? ഈ വായുവിനോട് പറയാണ്, ആ വാത വാഹി ഭേഷജം, അല്ലയോ വാദമേ, അല്ലയോ വായു, അവിടുന്ന് ഞങ്ങളിലേക്ക് ഔഷധങ്ങൾ കൊണ്ടുവരൂ. ഭേഷജം എന്ന് പറഞ്ഞാൽ ഔഷധമാണ്. വായു ഔഷധവും കൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ നിലനിർത്തുന്നതിന്, ജീവൻ നിലനിർത്തുന്നതിന് വേണ്ട ഔഷധം ആദ്യമായിട്ട് എന്താണ്? പ്രാണവായുവാണ്. പ്രാണവായു മാത്രമല്ല ഈ വായു കൊണ്ടുവരുന്നത്, അതോടൊപ്പം തന്നെ എന്താണ്? നമുക്ക് വേണ്ട പല ഔഷധങ്ങളും കൊണ്ടുവരുന്നുണ്ട് വായു. അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? വായുവിനെ മലിനമാക്കാൻ പാടില്ല. മലിനമാക്കിയാൽ എന്താകും? ഔഷധമല്ല അതിലുണ്ടാവുക, മറിച്ച് വിഷമായിട്ട് മാറും. ഇതാണ് നമ്മൾ പലതും കത്തിക്കരുത്, പ്ലാസ്റ്റിക് കത്തിക്കരുത്, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? അത് കത്തിക്കുമ്പോൾ അതിലെന്തുണ്ടാകുന്നു? അതിൽ പല മാരകമായ വാതകങ്ങളും അതിലുണ്ടാകും. കാർബൺ മോണോക്സൈഡ് പോലെയുള്ള മാരക വാതകങ്ങള് എന്ത് ചെയ്യുമ്പോൾ ഉണ്ടാവും? പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാവും. കാരണം പ്ലാസ്റ്റിക് എന്താണ്? അതിൽ ധാരാളം എന്തുണ്ട്? കാർബൺ അതിലുണ്ട്. അപ്പോ അതുകൊണ്ട് അത് എന്താണ്? അത് മുഴുവൻ കത്തിയിട്ട് കാർബൺ ഡയോക്സൈഡ് ആകാതെ കാർബൺ മോണോക്സൈഡ് ആകും. അതൊരു എന്താണ്? ഉടൻകൊല്ലി വാതകമാണ് എന്നാണ് അതിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതുകൊണ്ട് പോളിമറാണ്. പോളിമർ എന്ന് പറയുമ്പോൾ അതിലെന്താണ്? അതിൽ വളരെയേറെ കാർബൺ ഉണ്ടാവുന്നതാണ് പറയുന്നത്. 10,000-ന് മുകളിൽ കാർബൺ മോളിക്യൂളുകൾ ഉണ്ടാകുമ്പോഴേ പോളിമർ എന്ന് പറയുള്ളൂ എന്നൊക്കെയാണ്. അത് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കൊക്കെ അറിയാം. കാരണം നിങ്ങളൊക്കെ പഠിച്ച അത്ര എന്താണ് ശാസ്ത്രമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിൽ. അതുകൊണ്ടാണ് അതിൽ എന്തുണ്ടാവുന്നത്? ധാരാളം എന്താണ്? കാർബൺ മോണോക്സൈഡ്. ഓക്സിജന്റെ 2 മോളിക്യൂൾ കിട്ടിയാലേ കാർബൺ ഡൈ ഓക്സൈഡ് ആവുള്ളൂ. അതില്ലെങ്കിൽ എന്താണ്? കാർബൺ മോണോക്സൈഡ് ആവുന്നതാണ്. അത് ശ്വസിച്ചാൽ പെട്ടെന്ന് തന്നെ ആട് മരിച്ചു പോകുന്നതാണ്. കാരണം എന്താണ്? കാർബൺ മോണോക്സൈഡിന് കാർബൺ ഡൈ ഓക്സൈഡ് ആവാനാണ് പ്രവണത കൂടുതലുള്ളത്. അപ്പൊ അത് എന്ത് ചെയ്യും? അത് നമ്മുടെ ഉള്ളിൽ കലർന്നാൽ, രക്തത്തിൽ കലർന്നാൽ അവിടെ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് വലിച്ചെടുത്ത ഓക്സിജന്റെ ഒരു മോളിക്യൂൾ കൂടി അത് മോഷ്ടിക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ബ്രെയിനിലേക്ക് ഓക്സിജൻ ഇല്ലാതെ ആവുമ്പോൾ ഡെത്ത് വരും, പെട്ടെന്ന് മരണവും സംഭവിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ വായുവിനെ എങ്ങനെ കരുതണം നമ്മൾ? വായു ദേവതയാണ്. ദേവതയായതുകൊണ്ട് അതിനെ മലിനീകരിക്കാൻ പാടില്ല. സ്വാഭാവികമായി അതെന്താണ് ചെയ്യുന്നത്? അത് ഔഷധങ്ങൾ കൊണ്ടാണ് നമ്മളിലേക്ക് വരുന്നത്. എങ്ങനെയാണ് ഔഷധങ്ങൾ കൊണ്ടുവരുന്നത്? നമുക്ക് വായു ഗന്ധവാഹനാണ്. ഗന്ധവാഹ, വായുവിന്റെ ഒരു പര്യായമാണ് ഗന്ധവാഹൻ. അപ്പൊ ഈ ഗന്ധവാഹൻ എന്താണ്? എല്ലാ വൃക്ഷങ്ങളിലും ചെടികളിലും ഒക്കെ തട്ടിയിട്ടാണ് ഇത് വരുന്നത് അല്ലേ? കഞ്ചാവുള്ള സ്ഥലത്ത് കൂടെ വരുന്ന വായുവിന് കഞ്ചാവിന്റെ മണം ഉണ്ടാകും അല്ലേ? അതുപോലെ തന്നെ വളരെ ഇപ്പൊ രാമച്ചം
രാമച്ച വിശറി കൊണ്ട് വീശുമ്പോ എന്തുണ്ടാകും? രാമച്ചത്തിന് മണമുണ്ടാകും. എന്തുകൊണ്ടാണ്? ഗന്ധവാഹനാണ് വായു. വായുവിൽ ഒരു വസ്തുവിന്റെ ഗന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ചെറിയ പാർട്ടിക്കിൾസ് അഥവാ നാനോ പാർട്ടിക്കിൾസ് അതിലുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള വൃക്ഷങ്ങൾ, അത് പ്രകൃതിയുടെ വല്ലാത്തൊരു സംവിധാന കൗശലത്തിന്റെ ഭാഗമാണ് ഈ വൃക്ഷങ്ങൾ. കാരണം എന്താണ്? എല്ലാ ജീവികളും ശ്വസിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടും. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം പുറത്തു വന്നാൽ ഇവിടെ ഓക്സിജൻ ഇല്ലാതെയാകും. അപ്പോഴാണ് വൃക്ഷങ്ങളും ലതകളൊക്കെ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് അന്നം ഉണ്ടാക്കുകയും നമുക്ക് ഓക്സിജൻ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ ഒരു സംവിധാന കൗശലം നോക്കാം. നമ്മുടെ വേദങ്ങൾ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആദ്യമേ തന്നെ നാം വരുന്നത് വലിയ ഇക്കോളജിക്കൽ കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ വരുന്നത്. പരിസ്ഥിതിപരമായിട്ടുള്ള ഒരു അവധാനതയിലേക്കാണ് നമ്മൾ വേഗം തന്നെ എത്തുക. കാരണം ആ വിധത്തിലാണ് നമ്മുടെ വേദങ്ങൾ ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്താണ് ഗന്ധവാഹൻ. നീ എന്ത് ചെയ്യുന്നു? അപ്പൊ നാസ്തി പത്രം അനൗഷധം, ഔഷധമല്ലാതെ ഒരു ഇല പോലും ഇല്ല എന്ന്. ഏതിലയും ഔഷധമാണ്, ഏത് വൃക്ഷവും ഔഷധമാണ്, ഏത് വേരും ഔഷധമാണ്. അപ്പൊ ഈ വൃക്ഷങ്ങളിൽ തട്ടി വരുമ്പോ അവയുടെ പൂവും കായും ഇലയും അതിലെല്ലാം തഴുകി വരുന്ന കാറ്റിൽ എന്തുണ്ടാകും? അതത് ഔഷധത്തിന്റെ ലാഞ്ചന അതിൽ. അതാണ് നമ്മളിലേക്ക് വരുന്നത്. അതിന്റെ ഒരാവിഷ്കാരം നമുക്ക് രാമായണത്തിൽ കാണാൻ പറ്റും. നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും വൈദികങ്ങളായ ആശയങ്ങളുടെ ആവിഷ്കാരമാണ് നടത്തുന്നത്, പ്രപഞ്ചനമാണ് നടത്തുന്നത്. രാമായണം എടുത്തു നോക്കുക, മഹാഭാരതം എടുത്തു നോക്കുക, അവിടെയൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? വേദത്തിലെ ആശയങ്ങളുടെ പ്രപഞ്ചനം. പ്രപഞ്ചനം എന്താണ്? മാനിഫെസ്റ്റേഷൻ. അതിനെ സ്പഷ്ടമായിട്ട് വിശദമായിട്ട് പറയുക, ബൃഹത്തായിട്ട് പറയുക. ബൃഹദ്വദേമ വിദധേ സുവീരാഹ. ബൃഹത്തായിട്ട് പറയുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ പറയുന്ന ആശയം രാമായണത്തിൽ നമുക്ക് കാണാൻ പറ്റും. വാൽമീകി രാമായണം എടുത്തു നോക്കുക. രാമായണത്തിൽ രാമനും രാവണനുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോ രാമനും ലക്ഷ്മണകുമാരനും മോഹാലസ്യപ്പെട്ടു പോയി. പെട്ടെന്ന് മോഹാലസ്യപ്പെട്ടു പോയപ്പോ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജാമ്പവാൻ ഒരാളെ അന്വേഷിക്കുകയാണ്. ആരെയാണ് അന്വേഷിക്കുന്നത്? ഹനുമാനെയാണ് അന്വേഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹനുമാനെ അന്വേഷിക്കുന്നത്? നമ്മൾ പറയാൻ തുടങ്ങിയ വേദമന്ത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് പറയുന്നത്? ആ വാദ വാഹി ഭേഷജം. അല്ലയോ വാദമേ, അല്ലയോ വായു ഭഗവാനെ, അവിടെ നിന്ന് ഔഷധങ്ങളെ കൊണ്ടുവരിക. വിവാദ വാഹി യദ്രഭഃ. വാദ വി വാഹി എന്ന് പറഞ്ഞാൽ വിശേഷണ വഹിക്കുക, പുറത്തേക്ക് കൊണ്ടുവരിക. എന്തിനെയാണ്? യത് രഭഃ. രഭഃ എന്ന് പറഞ്ഞാൽ രോഗം എന്നർത്ഥം. ഞങ്ങളുടെ ഉള്ളിലുള്ള രോഗാവസ്ഥകളെ, ഞങ്ങൾക്ക് രോഗമുണ്ടാക്കുന്ന അവസ്ഥകളെ നീ പുറത്തേക്ക് കൊണ്ടുപോകുക. ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ എന്താ ചെയ്യണമെന്ന് നോക്കിയാൽ മതി, അല്ലേ? എന്താണ്? വായുവിനെ നമ്മൾ അകത്തേക്ക് എടുക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും മറ്റു വാതകങ്ങളൊക്കെ നമ്മൾ അതിനെ പുറത്തേക്ക് വിട്ടുകളയുന്നു. അപ്പൊ വായു ചെയ്യുന്നത് വാദവാഹി ഭേഷജം വിവാദവാഹി യദ്രഭഃ ത്വം ഹി വിശ്വഭേഷജോ ദേവാനാം ദൂത ഈയസേ. ദേവാനാം ദൂതഃ. ദേവന്മാരുടെ ദൂതനാണ് നീ. എന്നിട്ട് നീ എന്ത് ചെയ്യുന്നു? എല്ലാ ഔഷധങ്ങളെയും കൊണ്ടുവരുന്നു. ദേവന്മാരുടെ ദൂതൻ. ഹനുമാൻ ആരാണ്? ശ്രീരാമന്റെ ദൂതനാണ് ഹനുമാൻ. പിന്നെ ആരാണ്? വായു ഭഗവാന്റെ പുത്രനുമാണ്. കണ്ടോ? വേദത്തിൽ പറയുന്ന ഈ ആശയത്തിന്റെ ലാഞ്ചനകൾ അവിടെ നമ്മൾ കാണുകയാണ്. അപ്പോ എന്ത് ചെയ്യണം? അങ്ങ് എവിടെ പോകണം? അങ്ങ് പർവ്വതത്തിൽ, ഹിമാലയത്തിൽ പോയി അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഔഷധം കൊണ്ടുവരണം.
അപ്പോ എന്താണ് കൊണ്ടുവരുന്നത്? അവിടെ നിന്ന് ഒരു ഗിരിശൃംഗം തന്നെയാണ് കൊണ്ടുവരുന്നത്. എങ്ങനെയുള്ളതാണത്? അതിൽ നിറയെ വൃക്ഷങ്ങളാണ്, ഔഷധച്ചെടികളാണ്. വായു വരുമ്പോ തന്നെ ഇത് തന്നെ കൊണ്ടുവരുന്നത്. എല്ലാ ഔഷധങ്ങളുടെയും ഗുണങ്ങളും കൊണ്ടാണ്, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ഔഷധച്ചെടികളുടെയും ഗുണങ്ങൾ കൊണ്ടാണ് വായു നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ജാംബവാൻ ശ്രീരാമ ദേവന്റെ ദൂതനായിട്ടുള്ള ഹനുമാനായ മാരുതി വായുപുത്രൻ, ആ വായുപുത്രനോട് ഇത് കൊണ്ടുവരാൻ പറയുന്നത്. വാസ്തവത്തിൽ വേദം പറയുന്ന ഈ ആശയത്തിന്റെ ഒരാവിഷ്കാരമാണ് രാമായണത്തിൽ അവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ അത് കൊണ്ടുവന്നു, ആ ഗിരിശൃംഗം കൊണ്ടുവന്നു. അതിൽ നിന്നുള്ള വായുവിനെ ശ്വസിച്ചപ്പോൾ രാമനും ലക്ഷ്മണനും എന്താണ് സംജ്ഞ തിരിച്ചു കിട്ടി. അവർ മോഹാലസ്യത്തിൽ നിന്ന് ഉണരുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ വായുവിനെ കുറിച്ച് ഔഷധങ്ങൾ കൊണ്ട് നീ ഞങ്ങളിലേക്ക് വരിക, നീ ദേവന്മാരുടെ ദൂതനാണ് എന്ന് ഋഗ്വേദത്തിൽ പറയുന്ന ആ മന്ത്രം വലിയ ഒരു ഇക്കോളജിയാണ്. അപ്പൊ നമ്മുടെ ചുറ്റും എന്ത് വേണം? നമുക്ക് ധാരാളം വൃക്ഷങ്ങൾ വേണം. ഏത് വൃക്ഷമായിക്കൊള്ളട്ടെ, ഏത് വൃക്ഷവും എന്താണ്? ഔഷധമാണ്. ഏത് വൃക്ഷവും. പക്ഷെ നമുക്ക് പലതിൻ്റെയും പ്രയോഗവിധികൾ അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഹിപ്പോക്രറ്റസ്. അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്? വെനം ഇൻ മൈൽഡ് ഡോസ് ഈസ് മെഡിസിൻ, മെഡിസിൻ ഇൻ ഹൈ ഡോസ് ഈസ് വെനം. വിഷം ചെറിയ അളവിൽ ഔഷധമാണ്, ഔഷധം വലിയ അളവിൽ വിഷവും ആണ്. അപ്പൊ നമ്മൾ പറയാറുണ്ട് പല പല വൃക്ഷങ്ങളും വിഷമയമാണ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ നമ്മുടെ കാഞ്ഞിരം നല്ല വിഷമാണ്, കാഞ്ഞിരം. നമ്മുടെ കോളാമ്പിപ്പൂവ് നല്ല വിഷമാണ്, അതിലും വിഷമുണ്ട് ഇല്ലേ? പിന്നെ ഈ ഇടയ്ക്ക് കണ്ടു ഒരു നേഴ്സാണെന്ന് തോന്നുന്നു, എന്താണ് അരളിയുടെ പൂവ് കഴിച്ചിട്ട് ഒരു മരിച്ചുപോയി എന്ന് കണ്ടു. പലതും എന്താണ്? പലതും വിഷമാണ്. പക്ഷേ വായുവിലൂടെ അതിൻ്റെ ചെറിയ മാത്രകൾ നമ്മളിലേക്ക് വരുമ്പോൾ അത് വിഷമല്ല. വെനം ഇൻ മൈൽഡ് ഡോസിസ് എന്താണ്? മെഡിസിൻ ആണത്. അപ്പൊ ഇങ്ങനെ അപ്പൊ നമുക്ക് ചുറ്റുപാടും എന്താണ്? വൃക്ഷങ്ങൾ വേണം, ലതകൾ വേണം. അത് നമുക്ക് പ്രാണവായു കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല, പ്രാണവായു കിട്ടുവാനും അത് അത്യന്താപേക്ഷിതമാണ്. വൃക്ഷങ്ങൾ ഉണ്ടെങ്കിലാണ് ധാരാളം ഓക്സിജൻ അവയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അല്ലേ? നമ്മൾ വളരെയധികം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളൊക്കെ ശ്വസിക്കുമ്പോൾ, നമ്മുടെ വൃക്ഷങ്ങളും മൃഗങ്ങളും ഒക്കെ ശ്വസിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നുണ്ട്. അപ്പൊ അതിൽ നല്ലൊരു ഭാഗവും കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നത് വൃക്ഷങ്ങളാണ്. പിന്നെ വളരെ വ്യാപകമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നത് സമുദ്രമാണ്. സമുദ്രത്തിനെ ആഗിരണം ചെയ്യാൻ പറ്റാത്ത അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായാൽ എന്താണ് അപകടം? സമുദ്രത്തിൽ വീണ്ടും വീണ്ടും ആഗിരണം ചെയ്യുമ്പോൾ സമുദ്രത്തിലെ ജലത്തിന് അസിഡിറ്റി ഉണ്ടാകും. നമ്മൾ ജലത്തില് കാർബൺ ഡൈ ഓക്സൈഡ് അടിച്ചിട്ട് എന്തുണ്ടാക്കുന്നുണ്ട്? കാർബോണിക് ആസിഡ് സോഡ ഉണ്ടാക്കുന്നുണ്ട്. അസിഡിറ്റി ഉണ്ട്. സമുദ്രജലത്തിന് അസിഡിറ്റി കൂടി ഇന്ന് എന്തുണ്ടാകുന്നു? സമുദ്രത്തിൽ ജീവിക്കുന്ന തൊണ്ടുള്ള ജീവികൾ, പുറം തൊണ്ടുള്ള ജീവികൾ, ഷെല്ലുള്ള ജീവികൾ, അവരുടെ തോടുകൾക്ക് എന്താണ്? ലയനം വന്നുകൊണ്ടിരിക്കുന്നു, അവയ്ക്ക് വർഗനാശം സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇന്നത്തെ ശാസ്ത്രം പറയുന്നു, ആധുനിക ശാസ്ത്രം പറയുന്നു. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നിർഗമനം നിയന്ത്രിച്ചില്ലെങ്കിൽ അതെന്തായിത്തീരും? വലിയ പരിസ്ഥിതിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ദേവതയായി കാണുന്നതിന്റെ സവിശേഷത. വായുവിനെ മലിനീകരിക്കരുത്. അതെന്താണ്? അത് ദേവതയാണ്. എന്നാൽ ദേവതയാകുമ്പോ അതിന്റെ വരദാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതിന് യാതൊരു ലോഭവും കാണിക്കേണ്ട കാര്യമില്ല. ദേവതയാണ്, ദേവതയുടെ വരദാനങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളൂ, എത്ര വേണമെങ്കിലും നിങ്ങൾ സ്വീകരിച്ചുകൊള്ളൂ. പക്ഷെ അതിനെ മലിനമാക്കരുത്. അനാവശ്യകമായ കത്തിക്കലിലൂടെ, വിഷമയമായ പദാർത്ഥങ്ങളുടെ കത്തിക്കലിലൂടെ വായുവിനെ എന്ത് ചെയ്യരുത്? വായുവിനെ വിഷമയം ആക്കരുത്. ആക്കിയാൽ അത് നമ്മൾ ശ്വസിക്കുന്നതാണ്, നിരന്തരം നമ്മൾ ശ്വസിക്കുന്നതാണ് വായു. അത് നമുക്ക് എന്തുണ്ടാക്കും? അപകടങ്ങൾ ഉണ്ടാക്കും.
ഇല്ലേ? അപ്പോ ഇങ്ങനെ വായുവിനെ കുറിച്ച് പറയുന്നു, ആവാത വാഹി ഭേഷജം വിവാദ വാഹി യദ്രഭഃ ത്വം ഹി വിശ്വഭേഷജോ ദേവാനാം ദൂത ഈയതേ എന്ന് പറയുന്നു. അപ്പോ വായു എന്താണ്? അപ്പൊ ആദ്യമേ വേണ്ട അന്നത്തേക്കാൾ മുമ്പ് നമുക്ക് എന്ത് വേണം? വായു ആവശ്യമാണ്. ആ വായുവിനെ മലിനീകരിക്കരുത് എന്ന ആശയം അവിടെ പറയും. പിന്നെ നമുക്ക് എന്ത് വേണം? നമുക്ക് എല്ലാ ദേവതകളും വേണം. അവിടെ വേദം പറയുന്ന മറ്റൊരു മന്ത്രമുണ്ട്. ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ അദബ്ധാസോ അപരീതാസ ഉദ്ഭിദഃ ദേവാനോ യഥാ സദമിദ്വൃതേ അസൻ അപ്രായുവോ രക്ഷിതാരോ ദിവേ ദിവേ എന്നൊരു മന്ത്രമുണ്ട്. അത് ഭാരതത്തിന്റെ വൈദിക സംസ്കാരം ഉൾക്കൊള്ളുന്ന നമ്മുടെ സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ഉദ്ഘോഷണമാണ് ഈ ആനോ മന്ത്രാഹ ക്രതവോ യന്തു വിശ്വതഃ എന്ന് തുടങ്ങുന്നത്. എന്താണ്? ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ. മന്ത്രാഹ എന്നല്ല, ഭദ്രാഹ. എല്ലാ ഭദ്രങ്ങളും നഹ യന്തു ആയന്തു, എല്ലാ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും മന്ത്രങ്ങൾ, മനോഹരങ്ങളായിട്ടുള്ള ഭദ്രങ്ങളായിട്ടുള്ള ക്രതുക്കൾ നമ്മളിലേക്ക് വന്നു ചേരട്ടെ എന്നാണ്. നമ്മുടെ ഏറ്റവും വലിയ സഹിഷ്ണുതയുടെയും ഹൃദയവിശാലതയുടെയും പ്രഖ്യാപനമാണ് ഈ മന്ത്രത്തിൽ ഉള്ളത്. ഒരുപക്ഷെ ഈ മന്ത്രത്തിന്റെ താത്പര്യം ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെയാണ് ഭാരതം കുറെ കാലം പരതന്ത്രമായിരുന്നത്, വിദേശാധിപത്യത്തിന് അടിമപ്പെട്ട് കഴിയേണ്ടി വന്നത്. കാരണം ഇവിടെ വന്ന എല്ലാവരെയും അവരെ നമ്മൾ നല്ലവരായി കണക്കാക്കിക്കൊണ്ട് നമ്മൾ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചപ്പോഴാണ് അവരുടെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? ദുഷ്ടലക്ഷ്യങ്ങൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരിവിടെ ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളത്. പക്ഷെ നമ്മൾ എന്താണ്? അതിഥികളായി വന്ന എല്ലാവരെയും നാം ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ്? വേദം പറയുന്നു, ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ. വിശ്വതഃ ഭദ്രാഹ ക്രതവഃ ആയന്തു. ആയന്തു എന്ന് പറഞ്ഞാൽ ആഗമിക്കട്ടെ, നമ്മളിലേക്ക് വരട്ടെ എന്നാണ്. എന്താണ് നമ്മളിലേക്ക് വരുന്നത്? ക്രതവഃ, ക്രതുക്കൾ. ക്രതുക്കൾ എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങൾ എന്നാണ് അർത്ഥം. യജ്ഞങ്ങൾ എന്ന് പറയുന്നതിന് വിശാലമായ അർത്ഥമാണ് ഉള്ളത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അഗ്നികുണ്ഡം ഉണ്ടാക്കി ആ അഗ്നിയിൽ മന്ത്രപൂർവകമായി ഹവിസ്സുകൾ സമർപ്പിക്കുന്നത് മാത്രമല്ല യജ്ഞം എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തിയും യജ്ഞമാണ് എന്നാണ് നമ്മുടെ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്. ഏത് പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നുവോ അത് യജ്ഞമാണ്. നിങ്ങൾ അധ്യാപകനായിരിക്കാം. അധ്യാപകനാണെങ്കിൽ അധ്യാപനം ബ്രഹ്മയജ്ഞ. അധ്യാപനം എന്നത് ബ്രഹ്മത്തിനായിട്ടുള്ള ഒരു യജ്ഞമാണ്, എ സാക്രിഫൈസ് ടു ദി ഗോഡ്. കാരണം എന്താണ്? അധ്യാപനത്തിലൂടെ എന്താണ് ചെയ്യുന്നത്? ഹൃദയത്തിലുള്ള അന്ധകാരത്തെ നീക്കിക്കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? ഹൃദയത്തിലുള്ള അന്ധതയെ നീക്കിക്കളയുകയാണ് അല്ലേ? എങ്ങനെയാണ്? അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാന അഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുഗീതയിൽ പറയുന്നതാണ് അത്. അജ്ഞാനം കൊണ്ട് തിമിരമായിട്ട് അന്ധത ബാധിച്ചിരിക്കുന്ന കണ്ണുകളെ ജ്ഞാനത്തിന്റെ അഞ്ജനശലാക കൊണ്ട്, വിജ്ഞാനത്തിന്റെ ശലാക. ശലാക എന്ന് പറഞ്ഞാൽ എന്താണ്? കോലാണ്. കണ്ണില് മഷി എഴുതുന്ന കോലാണ് ശരിക്കും. അതുകൊണ്ട് അതിനെ തുറക്കുന്നു എന്നാണ്. അഞ്ജനശലാകയ ചക്ഷുഹു ഉന്മീലിതം. ചക്ഷുസിനെ തുറപ്പിച്ചത് ആരാണോ? തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ ഗുരുവിനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു, ആ ഗുരുവിനെ വണങ്ങുന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? നമ്മളൊക്കെ ഒരു കാലത്ത് നമ്മുടെ സ്കൂളുകളിലൊക്കെ കോളേജുകളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ബ്ലാക്ക് ബോർഡാണ്, കറുത്ത ബോർഡ്. അതിൽ നല്ല വെളുത്ത ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ എത്ര മനോഹരമായിട്ടുള്ള എഴുത്തുകളാണ് അല്ലേ? ബോർഡ് എത്ര കറുത്തിരിക്കുന്നു അത്രയും മനോഹരമായിരിക്കും അവിടെ എഴുതുന്ന എഴുത്ത്. അത് ശരിക്കും എന്തിന്റെ പ്രതീകമാണ്? ശരിക്കും
അജ്ഞാനത്തെ, അജ്ഞാനത്തിന്റെ അന്ധതയെ, ഇരുട്ടിനെ വിജ്ഞാനത്തിന്റെ വെളിച്ചം കൊണ്ട് ദൂരീകരിക്കുന്നതിന്റെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ കറുത്ത ബോർഡിൽ നമ്മൾ വെളുത്ത ചോക്ക് കൊണ്ട് എഴുതുന്നത്. ഇന്നിപ്പോ അത് മാറി തുടങ്ങിയിരിക്കുന്നു. ഇന്ന് വെളുത്ത ബോർഡിൽ കറുത്ത അക്ഷരങ്ങൾ എഴുതാൻ നമ്മൾ തുടങ്ങിയിരിക്കുന്നു. അതെന്തെങ്കിലും എന്താണ് പറയുക, ആശയം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ടോ, സന്ദേശം നൽകുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അതിൽ എന്തെങ്കിലും വെളിച്ചമുണ്ടെങ്കിൽ, സന്ദേശമുണ്ടെങ്കിൽ അത് വളരെ എന്താ പറയുക, പ്രതിലോമകരമായിട്ട് നമുക്ക് തോന്നിപ്പോകുന്നു. എന്തുവാകട്ടെ, എന്താണെങ്കിലും കുട്ടികൾക്ക് കാണുന്നതിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് വെച്ചാൽ. അപ്പോൾ ഈ വെളിച്ചം കൊണ്ട് എന്താണ് ചെയ്യുന്നത്? അന്ധകാരത്തെ മാറ്റുകയാണ് അധ്യാപനത്തിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നമ്മൾ ആ അജ്ഞാനത്തെ ദൂരീകരിക്കുന്നവനാണ്, അഥവാ ആ പ്രവൃത്തി അധ്യാപനം ബ്രഹ്മയജ്ഞ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും ബ്രഹ്മയജ്ഞം ചെയ്യുന്നവരാണ്. കാരണം എന്താണ്? നമ്മൾ എല്ലാവരും അധ്യാപകരാണ്. ആധികാരികമായി ആപനം ചെയ്യുക, പ്രാപിക്കുക എന്നാണ് അർത്ഥം. ആധികാരികമായി അറിവിനെ പ്രാപിപ്പിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. മാതാപിതാക്കന്മാർ ആരാണ്? മാതാപിതാക്കന്മാർ, പേരൻസ് ആർ ഫസ്റ്റ് ടീച്ചേഴ്സ്. മാതാപിതാക്കന്മാരാണ് ആദ്യത്തെ അധ്യാപകർ, അല്ലേ? കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അപ്പോൾ തൊട്ട്, ആ കുഞ്ഞുണ്ടായ ആ കുഞ്ഞിന്റെ മുഖം കാണുന്ന നിമിഷം തൊട്ട് അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ആ കുഞ്ഞിനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ തന്നെ കുഞ്ഞിനോട് ചോദിച്ചാൽ അത് തിരിച്ച് പറയില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ അപ്പോൾ തൊട്ടേ അമ്മ കുഞ്ഞിന്റെ മനസ്സിൽ ഓരോ ആശയങ്ങൾ കുത്തിവെക്കുന്നുണ്ട്, അല്ലേ? കുഞ്ഞിനെ പകർന്നു കൊടുക്കുന്നുണ്ട്. ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കും, അമ്മ ചോദിക്കും, എവിടെയായിരുന്നുടാ നീ, അല്ലെങ്കിൽ എവിടെയായിരുന്നു മോളെ, ചോദിക്കും, അല്ലേ? ഒരു ചോദ്യമുണ്ട്, എത്രയോ വാത്സല്യത്തോടു കൂടിയ ഒരു ചോദ്യമാണ് അത്. ആ ചോദ്യവും കുഞ്ഞിന്റെ മനസ്സിൽ ചില ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞും തിരുത്തിയും പുതിയ കാര്യങ്ങൾ അവനെ മനസ്സിലാക്കി കൊടുത്തും, അവനോ അവൾക്കോ മനസ്സിലാക്കി കൊടുത്തും അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? അധ്യാപനം എന്ന യജ്ഞം അനുഷ്ഠിക്കുന്നുണ്ട്. അച്ഛൻ ചെയ്യുന്നുണ്ട്, ജ്യേഷ്ഠന്മാർ ചെയ്യുന്നുണ്ട്, ചേച്ചിമാർ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ, ഇല്ലേ, അനിയത്തിക്കുട്ടിയെ അല്ലെങ്കിൽ അനിയനെ എടുത്തുകൊണ്ട് എന്തെല്ലാമാണ് നമ്മൾ അവന് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെയൊക്കെ കുഞ്ഞിന്റെ ആ മനസ്സിൽ നാം പുതിയ പുതിയ അറിവുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ തന്നെ വാത്സല്യത്തോടെ കുഞ്ഞിന്റെ മുഖത്ത് നോക്കുമ്പോൾ സ്നേഹിക്കാൻ നമ്മൾ അവനെ പഠിപ്പിക്കുകയാണ്, അല്ലെ? ആ കുഞ്ഞിന്റെ മുഖത്ത് നമ്മുടെ ആ നോട്ടം, ആ സ്നേഹമസൃണമായ നോട്ടത്തിലൂടെ കുഞ്ഞിന്റെ മനസ്സിൽ എന്തുണ്ടാവുന്നുണ്ട്? ആ കുഞ്ഞ് അവിടെ സ്നേഹിക്കാൻ പഠിക്കുന്നുണ്ട്, അവന് കിട്ടുന്ന സ്നേഹം. അപ്പോൾ നമ്മൾ എല്ലാവരും ഗുരുക്കന്മാരാണ്, അധ്യാപകരാണ്. അതുകൊണ്ടാണ് ഗുരു എന്ന പദത്തിന് എന്താണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്? ഗുശബ്ദസ്തു അന്ധകാരഃ, രുശബ്ദസ്തന്നിരോധകഃ, അന്ധകാര വിനാശിത്വ ഗുരുരിത്യഭിധീയതേ. അതും ഗുരുഗീതയിൽ പറയുന്നത്. ഗു എന്ന ശബ്ദത്തിന് അന്ധകാരം എന്നാണ് അർത്ഥം. രു എന്നതിന് രുണദ്ധി, രോധിക്കുന്നു, തടയുന്നു എന്നാണ് അർത്ഥം. അന്ധകാരത്തെ തടയുന്നവനാണ്, നീക്കിക്കളയുന്നവനാണ് ഗുരു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഗുരു ആണാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പെണ്ണാണെങ്കിലും എന്താണ്, അങ്ങനെ നമ്മൾ ഗുരുക്കന്മാരാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണ്? അധ്യാപനം ബ്രഹ്മയജ്ഞ. അധ്യാപനം ബ്രഹ്മയജ്ഞമാണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നവരാണ്. അപ്പൊ നോക്കൂ, യജ്ഞമാണ്. ഇനി നമ്മൾ മറ്റെന്ത് ചെയ്തോട്ടെ, പിതൃക്കൾക്കായിട്ട് നമ്മൾ എന്താണ്? പിതൃക്കൾക്കായി ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു, ശ്രാദ്ധം നടത്തുന്നു. പിതൃയജ്ഞസ്തു തർപ്പണം. തർപ്പണം ചെയ്യുന്നത് പിതൃയജ്ഞമാണ്. പിതൃക്കളെ തൃപ്തിപ്പെടുത്തുകയാണ്. തർപ്പണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? തൃപ്തിപ്പെടുത്തൽ എന്നാണ് അർത്ഥം. തർപ്പണം, തൃപ്തിപ്പെടുത്തൽ. അപ്പോ മർദ്ദനം പോലെയാണ്. മർദ്ദനം എന്ന് പറഞ്ഞാൽ എന്താണ്? മൃദുവാക്കൽ. മർദ്ദനം എന്ന് പറഞ്ഞാൽ അർത്ഥം മൃദുവാക്കൽ എന്നാണ്. തർപ്പണം പോലെയുള്ള ശബ്ദമാണ്. തർപ്പണം തൃപ്തമാക്കൽ, മർദ്ദനം മൃദുവാക്കൽ, അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ മുറുക്കൊന്നും ഇല്ലാത്ത കാലമായി, എങ്കിലും നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ മുറുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അടയ്ക്ക, വെറ്റില, അല്ലേ, ഒക്കെ ഉണ്ട്, ചുണ്ണാമ്പൊക്കെ ഉണ്ട്. ഈ പല മുത്തശ്ശന്മാർക്കും എന്ത് പറ്റില്ല? ഈ അടയ്ക്ക കടിക്കാൻ പറ്റില്ല.
കടിച്ചാൽ എന്താണ്, മുത്തശ്ശന്റെ പല്ല് തന്നെ ചിലപ്പോൾ തെറിച്ചു പോയി വരും. അത്ര കാഠിന്യം അതിനുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു കുഞ്ഞു വിരലിലിട്ടിട്ട് അതിന് 2 ഇടി കൊടുക്കും, അല്ലേ? അപ്പൊ എന്തായി? ഇടിക്കുമ്പോ അത് എന്തായി? മൃദുവായി. അങ്ങനെ മൃദുവാക്കുന്നതിനാണ് എന്ത് പറയുക? സോഫ്റ്റ് ആക്കുക. അതിനെയാണ് മർദ്ദനം എന്ന് പറയുക. മർദ്ദനം, മൃദുവാക്കുക, അല്ലേ? ചിലപ്പോ നമ്മൾ ആളുകൾക്കും, വലിയ ധിക്കാരം കാണിക്കുന്ന ആളുകൾക്കും 2 എണ്ണം കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് പറയും? അവനെ മർദ്ദിച്ചു. മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെ മൃദുവാക്കി എന്നാണ് അർത്ഥം, അല്ലേ? എന്താ ആദ്യം ചോദിച്ചാൽ അവൻ ഏതാ എന്ന് നിങ്ങളുടെ ധിക്കാരത്തോട് കൂടി പോയി. 2 എണ്ണാണ് കിട്ടിയ, അയ്യോ ഒന്നുമില്ലേ എന്ന് പറയും. മൃദുവായി, വളരെ സോഫ്റ്റ് ആയിപ്പോയി. അതാണ് ഈ മർദ്ദനം എന്ന് പറയുന്നത്. അപ്പൊ കർശനം, കൃശമാക്കൽ, കർശന നടപടി എടുക്കുക. ഒരു അനഭിലഷണീയമായ പ്രവണതയെ കുറച്ചു കൊണ്ടുവരുന്ന നടപടിയാണ് കർശനം, കൃശമാക്കുന്ന നടപടി. അപ്പൊ അങ്ങനെയുള്ള വാക്കാണത്. തർപ്പണം, പിതൃക്കളെ തൃപ്തിപ്പെടുത്തുക. നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നു, ഓർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന തർപ്പണത്തെ ശ്രദ്ധാഞ്ജലി എന്ന് പറയുന്നത്. അവരിൽ നമ്മൾ അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നു, അവരെ നമ്മൾ വിശ്വസിക്കുന്നു, അവർക്കായി നമ്മൾ എന്താണ്? ഉദകാഞ്ജലി നൽകുന്നു, ഉദകം നൽകുന്നു, പിണ്ഡം നൽകുന്നു. അന്നത്തിന്റെ ഉരുള, അതാണ് പിണ്ഡം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ തർപ്പണങ്ങളും എന്താണ്? അത് യജ്ഞമാണ്, പിതൃയജ്ഞമാണ്. ഹോമോ ദൈവഹ, ഹോമം എന്ന് പറഞ്ഞാൽ ദേവന്മാർക്കായി നമ്മൾ സമർപ്പിക്കുന്ന യജ്ഞമാണ്. ദൈവയജ്ഞം, ദേവന്മാർക്കായുള്ള യജ്ഞം. പിന്നെ എന്താണ്? നൃയജ്ഞോ അതിഥി പൂജനം, അതിഥികളെ നമ്മൾ പൂജിക്കുന്നതും യജ്ഞമാണെന്നാണ്. നൃയജ്ഞ അതിഥി പൂജനം, അതിഥികളെ പൂജിക്കുക. അതിഥി എന്ന് പറഞ്ഞാൽ ആരാണ്? അതിഥി എന്ന് പറഞ്ഞാൽ ഞാനിന്ന് 10 മണിക്ക് അതിലെ വരൂട്ടോ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾ അതിഥി അല്ല എന്നാണ്. അതിഥി ആരാണ്? യസ്യ ന ജ്ഞായതേ നാമ ന ഗോത്രം ന ച സ്ഥിതിഹി അകസ്മാത് ഗൃഹമായാതോ സോ അതിഥി സ്മൃത. എന്താണ്? ഏതൊരാളുടെ പേര് നമുക്കറിയില്ല, ഗോത്രം നമുക്കറിയില്ല, സ്ഥിതി, പൊസിഷൻ, അദ്ദേഹം ആരാണ്, അദ്ദേഹം അധ്യാപകനാണോ, തഹസിൽദാരാണോ, ഒന്നും അറിയില്ല. ഒന്നും അറിയാത്ത ഒരാള് അകസ്മാത്, എവിടുന്നാ വരുന്നതെന്നും അറിയില്ല. അകസ്മാത് ഗൃഹമായാതഹ, ആകസ്മികമായിട്ട്, അല്ലെ? ആകസ്മികം എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടുന്നാ ഉണ്ടായതെന്ന് അറിയാത്ത കാര്യങ്ങളാണ് നമ്മൾ ആകസ്മികം എന്ന് പറയാം. അകസ്മാത്, എവിടുന്നല്ലാതെ. അങ്ങനെ അകസ്മാത് ഗൃഹമായാതഹ സോ അതിഥി സ്മൃത, അങ്ങനെയുള്ള ആളെയാണ് അതിഥി എന്ന് പറയുക. അങ്ങനെ ഒരു അതിഥി വന്നാൽ ആ അതിഥിയെ സത്കരിക്കുന്നതും എന്താണ്? നൃയജ്ഞമാണ്, നരന്മാർക്കായി നമ്മൾ അർപ്പിക്കുന്ന യജ്ഞമാണ്. അങ്ങനെ നാം ചെയ്യുന്ന ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾ, അത് നമ്മൾ ശരിയായി കളങ്കമേശാതെ ചെയ്യുമ്പോൾ എന്തായിത്തീരുന്നു? അത് യജ്ഞമായി തീരുന്നു. ഓരോന്നും യജ്ഞമായി തീരും. ഇതാണ് നമ്മുടെ വേദം പറയുന്ന യജ്ഞ സംസ്കാരം. അങ്ങനെ ആനോ ഭദ്രാഹ ക്രതവഹ യന്തു, നമ്മളിലേക്ക് ക്രതുക്കൾ, ലോകം മുഴുവനും ഉള്ള നല്ല ആളുകൾ ചെയ്യുന്ന നല്ല ക്രതുക്കൾ, നല്ല യജ്ഞങ്ങൾ നമ്മളിലേക്ക് വരട്ടെ. അപ്പോ ചിന്തകന്മാരുടെ നല്ല ചിന്തകൾ, ശാസ്ത്രജ്ഞാനമുള്ളവരുടെ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകൾ, അല്ലേ? എന്താണ് ഇതെല്ലാം? എന്താണ്? ഓരോരോ യജ്ഞങ്ങളാണ്. നന്മയേറിയ ഈ യജ്ഞങ്ങളെല്ലാം നമ്മളിലേക്ക് വരട്ടെ. എങ്ങനെ വേണം വരാനായിട്ട്? അദബ്ധാസഹ അപരീതാസഹ, അവ മലിനമാക്കപ്പെടാതെ, അതിൽ കൃത്രിമത്വങ്ങൾ കലരാതെ, ശുദ്ധമായിട്ടുള്ള ചിന്തകളും ശുദ്ധമായിട്ടുള്ള പ്രവൃത്തികളും, മനുഷ്യസ്നേഹപരമായിട്ടുള്ള പ്രവൃത്തികൾ, സർവ്വജീവജാലങ്ങളെയും എന്താണ് സാഹോദര്യത്തോടെ കണ്ടുകൊണ്ടുള്ള നല്ല ചിന്തകളും പ്രവൃത്തികളും എല്ലാം നമ്മളിലേക്ക് വരട്ടെ. ശാസ്ത്രങ്ങളുടെ കണ്ടെത്തലുകളും എല്ലാം നമ്മളിലേക്ക് വരും. മലിനമാക്കപ്പെടാതെ, വളച്ചൊടിക്കപ്പെടാതെ അവ നമ്മളിലേക്ക് വരുമാറാകട്ടെ എന്നാണ്. എന്തുപോലെ വരണം എന്നാണ്. അപ്പോ ഈ 2 പാദങ്ങളും കൂടി ആനോ ഭദ്രാഹ ക്രതവോ എന്തു വിശ്വതഃ അതബ്ദാസഹ അപരീതാസഹ ഉദ്ഭിദഃ, ഉദ്ഭിദങ്ങൾ, ഉദ്ഭേദനം ചെയ്യുന്നവ. ഉദ്ഭേദനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്?
പൊട്ടിച്ചു കളയുക. എന്തിനെ പൊട്ടിക്കുക? അമംഗളങ്ങളെ നീക്കിക്കളയുന്നവയായി അവ നമ്മളിലേക്ക് വരണം. അമംഗളകരമായിട്ടുള്ള, നമ്മളിൽ ചിലപ്പോൾ അജ്ഞതയുണ്ടാകും. അജ്ഞത കൊണ്ട്, അജ്ഞതാവിലസതങ്ങളോടെ നമ്മൾ പല പല എന്താണ് മൂർഖതയും ചെയ്യുന്നുണ്ടാവും. അയുക്തികമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതിനെന്ത് ചെയ്യണം? അതിനെ നീക്കിക്കളയണം. വെളിച്ചം തരുവാൻ പറ്റുന്നതാണ്. പല പ്രവൃത്തികളും നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്നുണ്ടാവും. ആ തെറ്റായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ എന്തായിരിക്കണം? അതിലെ അമംഗളങ്ങളെ മാറ്റുന്നതായിരിക്കണം. ഇനി എങ്ങനെ വരണം എന്ന് പറയുന്നിടത്താണ് മറ്റൊരു വലിയ പരിസ്ഥിതിപരമായ സന്ദേശം നൽകുന്നത് വേദങ്ങൾ നമുക്ക്. എന്താണ് അവ? നമുക്ക് നമ്മളിലേക്ക് ദേവാനോ യഥാ സദമിദ്വൃതേ അസൻ അപ്രായുവോ രക്ഷിതാരോ ദിവേ ദിവേ എന്നാണ്. ദേവാനഹ, ദേവാനഹ എന്ന് പറഞ്ഞാൽ ദേവാഹ, ദേവന്മാർ. എപ്രകാരം ദേവന്മാർ നമ്മളിലേക്ക് വരുന്നുവോ, ദേവന്മാർ നമ്മളിലേക്ക് വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അഗ്നി ദേവനാണ്, വായു ദേവനാണ്, ജലം ദേവനാണ്. ഇതെല്ലാം നമുക്ക് ദേവന്മാരാണ്. ഈ ദേവന്മാർ എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ദേവാനോ യഥാ സദം ഇത് വൃതേ. സദം ഇത്, എല്ലായ്പ്പോഴും തന്നെ ദേവന്മാർ നമ്മളിലേക്ക് വരുന്നു. എങ്ങനെയുള്ള ദേവന്മാർ? അപ്രായുവഹ രക്ഷിതാരഹ ദിവേ ദിവേ. ദിവേ ദിവേ എന്നുള്ളതിന് ദിനേ ദിനേ എന്നർത്ഥം. ഓരോ ദിവസവും ഓരോ സമയവും തങ്ങൾ രക്ഷിക്കേണ്ടതിനെ പരിത്യജിക്കാത്ത ദേവന്മാർ നമ്മളിലേക്ക് വരുന്നത് പോലെ. ഏതാണ്? തങ്ങൾ രക്ഷിക്കേണ്ടതിനെ രക്ഷിക്കാൻ മടിക്കാതെ, ഒന്നിനെ പോലും വിട്ടുകളയാതെ അന്വേഷിച്ചു വരുന്ന ദേവന്മാർ. ഏതാണ് ഈ ദേവന്മാര്? നമ്മളെ അന്വേഷിച്ചു വരുന്ന ദേവന്മാര് ഈ പറഞ്ഞത് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ വായു ഭഗവാൻ. വായു എങ്ങനെയാണ്? വായു നമ്മളൊരു മുറിക്കകത്ത് അടച്ചിരുന്നാൽ പോലും ഏതെങ്കിലും സുഷിരത്തിലൂടെ വായു അതിലേക്ക് വരും. കാരണം എന്താണ്? പ്രാണനെ നിലനിർത്തണമെങ്കിൽ വായു ആവശ്യമാണ്. വായു വരികയാണ് ചെയ്യും. ഒരു മുറി നമുക്ക് എയർ ടൈറ്റ് ആക്കാനാണ് ബുദ്ധിമുട്ട്, വായു കടന്നു വരാത്ത വിധത്തിലാക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? നമ്മൾ എങ്ങനെ ജനൽ അടച്ചാലും എങ്ങനെയെങ്കിലും അതിലൂടെ വായു ഇങ്ങോട്ട് വരും. കാരണം എന്താണ്? വായു ഇല്ലാതെ പ്രാണന് നിലനിൽക്കാൻ കഴിയുകയില്ല. അപ്പോൾ വായുവിനെ അറിയാം, വായു ഭഗവാൻ അറിയുന്നു, ദേവത അറിയുന്നു. എന്താണ്? എന്റെ സാമീപ്യം ആവശ്യമാണ് പ്രാണനെ നിലനിർത്താൻ. അതുകൊണ്ട് നമ്മളിലേക്ക് വരുന്നു. അതല്ലേ കാറ്റിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്? കാറ്റ് ചലിക്കുന്നുണ്ട്, നമ്മൾ അറിയാതെയും വായു എന്ത് ചെയ്യുന്നുണ്ട്? അത് ചലിക്കുന്നുണ്ട്. അങ്ങനെയാണ് കാറ്റായിട്ടിരിക്കുന്നത്. സദാഗതിഹി, കാറ്റിന്റെ വേറൊരു പരിചയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗന്ധവാഹക. വരുമ്പോൾ കാറ്റ്, വായു നമ്മളിലേക്ക് വരുമ്പോൾ അതങ്ങനെ എങ്ങനെയാണ്? ചുറ്റുപാടിൽ നിന്നും ഉള്ള ഔഷധങ്ങളെയെല്ലാം എടുത്തുകൊണ്ടാണ് നമ്മളിലേക്ക് വരുന്നത്, അല്ലേ? ഇപ്പൊ സന്ധ്യാസമയമാണ്. ഈ സമയത്ത് വീടിന്റെ അടുത്തെങ്ങാനും മുല്ലച്ചെടികൾ ഉണ്ടെങ്കിൽ മുല്ലപ്പൂ വിരിയുന്ന ഗന്ധം നമ്മുടെ മൂക്കിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ടാവും. എന്താണ്? സന്ധ്യാസമയമാകുമ്പോ വിരിയും. അപ്പൊ ആ സമയത്ത് വരുന്ന കാറ്റ്, അല്ലേ? കാറ്റ് ചലിക്കുന്നില്ല എന്ന് നമ്മൾ തോന്നിയാൽ പോലും എങ്ങനെയാണ് ആ ഗന്ധം നമ്മളിലേക്ക് എത്തിയത്? നമ്മൾ അറിയുന്നില്ലെങ്കിലും വായു ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഗന്ധത്തെ നമ്മളിലേക്ക് എത്തിച്ചു. അപ്പോ അതെന്താണ്? അതിന്റെ അർത്ഥം എപ്പോഴും ഈ പറയുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും എന്താണ്? എല്ലാ ഔഷധികളുടെയും ഗുണം എടുത്തുകൊണ്ട് വായു ഭഗവാൻ നമ്മളിലേക്ക് വരുന്നു. കാരണം എന്താണ്? എനിക്ക് അവിടെ ചെല്ലണം, ചെന്നാൽ പോരാ, അവിടെ പ്രാണനെ നിലനിർത്തണം. പ്രാണനെ നിലനിർത്തിയാൽ മാത്രം പോരാ, എന്താണ്? അവരിലേക്ക് ഔഷധ ഗുണങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. അപ്പൊ വായു നമ്മളിലേക്ക് വരികയാണ്. അങ്ങനെ വരുന്നത് കൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിനെ നമ്മൾ മലിനപ്പെടുത്താതിരിക്കുക. അതിനെ നമ്മൾ, വായുവിന് വേറൊരു ഗുണം കൂടിയുണ്ട്. നമ്മൾ ആരും വായുവിനെ പിടിച്ചു വെക്കുന്നില്ല, അല്ലേ? വെള്ളം ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം ചിലപ്പോ നമ്മൾ ഒരു 2 കുപ്പി ഇരിക്കുന്ന പിടിച്ചു വെച്ചിട്ട് വരും. വായുവിനെ ആരും പിടിച്ചു വെക്കുന്നില്ല, അല്ലേ? വെള്ളം, ഇനി ഞാൻ എന്താണ് കുറച്ചു നേരം ക്ലാസ് കേൾക്കാൻ പോവാ, അതിനിടയ്ക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഇരുന്നേക്കാം, അങ്ങനെ ചെയ്യും. ഞാൻ ക്ലാസ് കേൾക്കാൻ പോവാണ്, അതുകൊണ്ട് എന്താണ് 1 മണിക്കൂർ ശ്വസിക്കാനുള്ള വായു എന്റെ ഉള്ളിലിരിക്കട്ടെ എന്ന് വെച്ചിട്ട് വെക്കാൻ പറ്റില്ല. വായു എന്താണ്?
ഓരോ നിമിഷവും വായുവിനെ നാം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ആരും തന്നെ അതിനെ സംഭരിച്ചു വെക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ഗുണമുണ്ട്? ലോകത്ത് ഇന്ന് ജനിച്ചിട്ടുള്ള സർവജീവജാലങ്ങൾക്കും ശ്വസിക്കാൻ വേണ്ട വായു ഇവിടെ ഉണ്ട്. എന്താണ് കാരണം? ആരും വായുവിനെ പിടിച്ചു വെക്കുന്നില്ല. വായു അല്ലെ, ഒരു നിമിഷത്തേക്കുള്ളത് പോലും നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നില്ല. എല്ലാ നിമിഷവും ഓരോ നിമിഷവും നമ്മളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന വായു ഓരോ നിമിഷവും, വേദം വേറെ ഒന്നും കൂടെ പറയുന്നുണ്ട്. വായുവിനെ ഓരോ നിമിഷവും നാം എടുക്കുന്ന സമയത്ത് വായു നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ വേദം പറയുന്നുണ്ട്. അതിലേക്ക് പോകാൻ നമുക്കിപ്പോ ഈ കുറഞ്ഞ സമയത്തിൽ നമുക്കതിന് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോ ഈ വായു വരുന്നത് അങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് ജലവും. ജലവും നമുക്ക് ആവശ്യത്തിനുള്ള ജലം മാത്രമാണ് നാം എടുക്കുന്നതെങ്കിൽ ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും വേണ്ട ജലം ഇവിടെയുണ്ട്. അല്ലെ, നമ്മൾ പലപ്പോഴും വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ വാർപ്പൊക്കെ ഇട്ടു, എന്താണ്, അതിലും ചോരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെള്ളം നമ്മളെ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലൂടെ വരാൻ പറ്റുമെങ്കിൽ മുകളിലൂടെ വരും, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വായുവിലൂടെ വരാൻ പറ്റുമെങ്കിൽ അങ്ങനെയും വരും. അതും പറ്റിയില്ലെങ്കിൽ താഴത്തുകൂടെ നിലത്തുകൂടെ കനിഞ്ഞ് കനിഞ്ഞ് മുകളിലേക്ക് കയറി അങ്ങനെയും വരും. അല്ലെ, വർത്തിയിലൂടെ, വിളക്കിന്റെ തിരിയിലൂടെ എണ്ണ മുകളിലേക്ക് വരുന്നത് പോലെ അല്ലെ പലപ്പോഴും നിലത്തൊക്കെ നമ്മൾ അനുഭവപ്പെടാറുണ്ട്. നിലത്ത് വെള്ളത്തിന്റെ സാന്നിധ്യം നമ്മൾ കാണാറുണ്ട്. എല്ലാ വിധത്തിലും രക്ഷിതവ്യം അപരിത്യജന്തഃ, രക്ഷിതവ്യമായിട്ടുള്ളതിനെ പരിത്യജിക്കാത്തവരായിട്ടുള്ള ദേവന്മാർ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ജലം നമ്മളിലേക്ക് വരുന്നു, വായു വരുന്നു, ജലം വരുന്നു, അഗ്നി വരുന്നു നമ്മളിലേക്ക്. അഗ്നി എന്താണ്? ചൂടും വെളിച്ചവും എവിടെയുണ്ടോ അവിടെയൊക്കെ അഗ്നിയുണ്ട്. അഗ്നി ഉള്ളത് കൊണ്ടാണ് ചൂടും വെളിച്ചവും ഉണ്ടാകുന്നത്. എങ്ങനെയാണ്? രാവിലെ തന്നെ സൂര്യൻ ഉദിക്കുന്നു. സൂര്യൻ ഉദിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? മുകളിലൂടെ പോയി പടിഞ്ഞാറ് പോയി അസ്തമിക്കുന്നു. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മാത്രമല്ല, എല്ലായിടത്തും തന്റെ ഊർജം എത്തുന്നതിനു വേണ്ടി സൂര്യൻ പിന്നെ എന്ത് ചെയ്യുന്നു? തെക്ക് മാറിയും വടക്ക് മാറിയും ഉദിക്കുന്നു. ദക്ഷിണായനവും ഉത്തരായണവും. എന്തിനാണ് സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചരിഞ്ഞും പോകുന്നത്? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മാത്രം പോയാൽ പോരാ, തന്റെ ഊർജം എല്ലായിടത്തും എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തെക്കോട്ട് അല്ലെ, ദക്ഷിണായനം. ഉത്തരായണത്തിലൂടെ വടക്കും മാറി എന്ത് ചെയ്യുന്നു? ഊർജത്തെ എല്ലായിടത്തും എത്തിച്ചുകൊണ്ടിരിക്കുന്നു സവിതൃദേവൻ, സൂര്യദേവൻ. അപ്പോൾ ജലമായി, വായുവായി, അഗ്നിയായി. പഞ്ചമഹാഭൂതങ്ങളിൽ പിന്നെ രണ്ടെണ്ണമുള്ളത് എന്താണ്? ഒന്ന് ആകാശം. ആകാശം എന്താണ്? ആകാശം വിഭുവാണ്, സർവവ്യാപിയാണ്. ശബ്ദഗുണകം ആകാശം. ശബ്ദം എവിടെയെല്ലാം എത്തുന്നുണ്ടോ അവിടെയെല്ലാം എന്തുണ്ട്? ആകാശമുണ്ട്. പിന്നെ എന്താണ്? പിന്നെ ഒന്ന് ഭൂമിയാണ്. ഭൂമിക്ക് നമ്മുടെ ഉപനിഷത്തുകളിൽ പലയിടത്തും അന്നം എന്ന് പറഞ്ഞിരിക്കുന്നു. അന്നമാണ് ഭൂമി. ഭൂമിയെയാണ് നമ്മൾ അശിക്കുന്നത്. ഭൂമി എന്ത് ചെയ്യുന്നു? ഭൂമി അന്നമായി തീരുന്നു. അതിനായി ക്ഷുണ്ണയാവുക. ക്ഷുണ്ണമാവുക എന്ന് പറഞ്ഞാൽ പൊടിയുക. ഭൂമി പൊടിയുന്നു അല്ലെ, പാറയൊക്കെ പൊടിഞ്ഞ് 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 മണ്ണാവുന്നു. ഉറപ്പായി കിടക്കുന്ന ഭാഗം പൊടിഞ്ഞ് പൊടിഞ്ഞ് മണ്ണായിത്തീരുന്നു. എന്നിട്ട് എന്തുണ്ടാകുന്നു? അതിൽ നിന്ന് സസ്യങ്ങൾ ഉണ്ടാകും. സസ്യമായപ്പോ എന്തായി തീർന്നു? അന്നമായി തീർന്നു. ഭൂമി തന്നെ അന്നമായി അല്ലെ, സസ്യങ്ങൾ ഉണ്ടായി. ആ സസ്യങ്ങളെ, ചെറിയ സസ്യങ്ങളെ തിന്ന് ജീവിക്കുന്ന ചെറിയ ജീവികളുണ്ട്. ആ ചെറിയ ജീവികളെ തിന്ന് ജീവിക്കുന്ന അതിനേക്കാൾ വലിയ ജീവികളുണ്ട് അല്ലെ. ഇങ്ങനെ എന്താണ്? എല്ലാറ്റിനും ആധാരമായി വർത്തിക്കുന്നത് എന്താണ്? ഭൂമിയാണ്. അതുകൊണ്ട് ഭൂമിയെ അന്നം എന്ന് പറയുന്നു. അന്നവും എന്താണ്? എല്ലായിടത്തും വ്യാപിച്ച് കിടക്കാണ് അല്ലേ ഭൂമി. അവിടെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ആ അന്നം ആവശ്യത്തിനാണ് നാം എടുക്കുന്നതെങ്കിൽ, നമുക്ക് ആവശ്യത്തിനുള്ള അന്നം എടുക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ അന്നത്തിന്റെ അഭാവം കൊണ്ട് ആരും മരിക്കേണ്ടി വരില്ല എന്നാണ്. വായു ഉള്ളതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രം വായു നാം എടുക്കുന്നത് കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള വായു ഉണ്ട്. ആവശ്യത്തിന് മാത്രം ജലമെടുക്കുകയാണെങ്കിൽ എന്താണ്? എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ജലം ഇവിടെയുണ്ട്. അഗ്നി, എല്ലാവർക്കും വേണ്ട അഗ്നി ഇവിടെയുണ്ട്. ആകാശമുണ്ട്, അതുപോലെ തന്നെ അന്നവുമുണ്ട് എന്നാണ്. അപ്പോ ഇതാണ് ദേവന്മാർ
ഈ ദേവന്മാർ, ഇതിനെല്ലാറ്റിനെയും ദേവന്മാരായിട്ടാണ് പറയുന്നത്. ജലമാണെങ്കിലും അഗ്നിയാണെങ്കിലും വായു ആണെങ്കിലും ഭൂമിയാണെങ്കിലും ആകാശമാണെങ്കിലും എല്ലാം നമ്മൾ ദ്യാവാ പൃഥിവികൾ എന്ന് പറഞ്ഞത്. ദ്യാവാ പൃഥിവികൾ, അന്തരീക്ഷവും ഭൂമിയും എന്നാണ് അർത്ഥം. ഋഗ്വേദത്തിലെ ദേവതകളാണ് അതെല്ലാം. അപ്പൊ ഇങ്ങനെ അതിവിശാലമായിട്ടുള്ള ദേവതാ സങ്കല്പമാണ് വേദങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോ ജലം, വായു ശ്വസിക്കുമ്പോഴും എന്തുണ്ടാകുന്നുണ്ട്? നമ്മളിലെ രോഗാവസ്ഥകൾ മാറുന്നുണ്ട്. പ്രാണനെ നിലനിർത്തുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മളിലേക്ക് വേണ്ടതായ ഔഷധങ്ങളെയും വായു കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ജലവും. ജലത്തെയും ദേവതയായിട്ടാണ് കരുതുന്നത്. പല പല മന്ത്രങ്ങളിലൂടെ, നമ്മൾ പുണ്യാഹ മന്ത്രങ്ങളിലൊക്കെ നമ്മൾ ജലത്തെയാണ് സ്തുതിക്കുന്നത്. അപ്സു അന്തരമൃതം അപ്സു ഭേഷജം, അപ്സു അന്തരമൃതം അപ്സു ഭേഷജം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വായുവിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അപ്സു, അപ്പ് എന്ന് പറഞ്ഞ വെള്ളം എന്നാണ് അർത്ഥം. അപ്പ് വെള്ളം, അങ്ങനെയാണ്. അബ്ജം എന്ന് നമ്മൾ പറയുന്നില്ലേ, അപ്പ് വെള്ളം, വെള്ളത്തിൽ ജനിക്കുന്നത് അബ്ജം, താമര എന്ന് പറയുന്നു. അതുപോലെ അബ്ദം, അപ്പിനെ ദാനം ചെയ്യുന്നത് അബ്ദം. എന്താണ്? മേഘം. നമ്മള് എന്താണ്, വർഷം എന്ന അർത്ഥത്തിലൊക്കെ പറയാറുണ്ട്. മേഘങ്ങൾ വർഷിക്കുന്നതുകൊണ്ടാണ് അബ്ദം എന്ന പദത്തിന് എന്ത് വരുന്നത്? വർഷം എന്നുള്ള അർത്ഥം വരുന്നത്. വർഷം എന്നുള്ളത് കൊല്ലം എന്ന അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നു. ഒരു ഋതുവിന്റെ പേര് പറഞ്ഞാൽ ഋതുചക്രം മുഴുവൻ ഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ കൊല്ലമായിട്ട് പറയുന്നത്, അല്ലെ? വർഷം എന്ന് പറഞ്ഞാൽ കൊല്ലം. വർഷം എന്ന് പറഞ്ഞാൽ ഒരു ഋതുവാണ് വാസ്തവത്തിൽ. ഒരു ഋതുവിന്റെ കാര്യം പറഞ്ഞാൽ ആ ഋതുചക്രം മുഴുവൻ ഉൾക്കൊള്ളുന്ന കാലത്തെ ഗ്രഹിക്കണം. അതുകൊണ്ടാണ് ഒരു വർഷം എന്നുള്ളത് വസന്തവും ഗ്രീഷ്മവും ഹേമന്തവും ശിശിരവും എല്ലാം ചേർന്ന ഒരു ഋതുചക്രം ഒരു വർഷമായിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് സമയത്തിന്റെ കാര്യത്തിൽ എപ്പോഴും അങ്ങനെയാണ്, അല്ലെ? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയും കൂടെ കൂടിയതാ ഒരു ദിവസം. ദിവസം എന്ന് പറഞ്ഞാൽ പകലല്ലേ? ദിനരാത്രങ്ങൾ. ദിവസം എന്ന് പറഞ്ഞാൽ പകൽ എന്നാണ് അർത്ഥം. ഒരു ദിവസം കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞാൽ എന്താണ്? പകൽ കഴിഞ്ഞുകൊണ്ട് രാത്രി ആകുമ്പോഴല്ല ആട് വരിക. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അതിലെന്തുണ്ട്? ഒരു രാത്രിയും കൂടെ ഉൾപ്പെടുന്നുണ്ട്. ഒരു രാത്രി എന്ന് പറഞ്ഞാലും മതി. പഞ്ചരാത്രം, ഭാസന്റെ ഒരു നാടകമാണ് പഞ്ചരാത്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5 ദിവസത്തെ കഴിഞ്ഞിട്ട്, 5 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? പഞ്ചരാത്രം എന്ന് പറയുന്നത്. അപ്പൊ സമയത്തിന് എപ്പോഴും അങ്ങനെയാണ്. അതിന്റെ ഒരു ഘടകം പറഞ്ഞാൽ ബാക്കിയുള്ള ഘടകങ്ങളെയും കൂടെ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് അതിന്റെ നിയമം എന്ന് പറയുന്നത്. അതിരിക്കട്ടെ. അപ്പോ ഈ വിധത്തിൽ അപ്പൊ ജലത്തിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്? അപ്സു അന്തഹ അമൃതം അപ്സു ഭേഷജം ആപോ ഭവന്തു പീതയേ. നമുക്ക് പാനം ചെയ്യുന്നതിന് അങ്ങനെയുള്ള ജലമാണ് വേണ്ടത്. എങ്ങനെയുള്ളതാണ്? ജലത്തിൽ അമൃതമുണ്ടാകണം. അമൃതം എന്ന് പറഞ്ഞാൽ അമർത്യത അഥവാ പ്രാണൻ. പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണവായു. ജലത്തിൽ പ്രാണവായു ഉണ്ടാകണം. ഡിസോൾവ്ഡ് ഓക്സിജൻ. വെള്ളത്തിൽ എന്താണ്? ലയിച്ചിരിക്കുന്ന ഓക്സിജൻ ഉണ്ടാവണം വെള്ളത്തിൽ. വായു സമ്പർക്കത്തിലൂടെ വെള്ളത്തിൽ എന്തുണ്ടാകുന്നു? ഓക്സിജൻ അതിൽ കലരും, പ്രാണവായു അതിൽ കലരും. പ്രാണവായു ഉള്ള ജലമാണ് നമ്മൾ കുടിക്കേണ്ടത്. അപ്പൊ ശരിക്ക് തിളപ്പിച്ച വെള്ളമല്ല കുടിക്കേണ്ടത്, അല്ലെ? വെള്ളം തിളപ്പിക്കുമ്പോ എന്താണ്? അതിൽ ലീനമായിരിക്കുന്ന വായു കുമിളകളായി മുകളിലേക്ക് പോകുന്നത് കാണാം. എന്താണ്? വെള്ളത്തിലെ പ്രാണനാണ് പോകുന്നത്. ശരിയായിട്ട് നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള കിണറാണെങ്കിൽ അല്ലെങ്കിൽ ജലാശയങ്ങളാണെങ്കിൽ അവയിൽ നിന്ന് എടുക്കുന്ന വെള്ളം എങ്ങനെയാണ്? പച്ചവെള്ളം തന്നെയാണ് നമ്മൾ വാസ്തവത്തിൽ കുടിക്കേണ്ടത്. പക്ഷെ എല്ലാവരും അത് മാറ്റാനല്ല ഞാൻ പറയുന്നത്. കാരണം ഇന്നെന്താണ്? ഇന്ന് നമ്മൾ അതിനെയെല്ലാം മലിനമാക്കി. പ്രകൃതിയെ നമ്മൾ നശിപ്പിച്ചു. പർവ്വതങ്ങൾ, ഭൂമിയുടെ സ്തനങ്ങളാണ് എന്ന് പറയപ്പെട്ട പർവ്വതങ്ങൾ, ഭൂമിയുടെ സ്തനങ്ങളാണ് പർവ്വതങ്ങൾ. സ്തനം എന്താണ് ചെയ്യുന്നത്? സ്തന്യം നൽകുന്നു, കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ പാൽ നൽകുന്നു, അല്ലേ? പർവ്വതങ്ങളിൽ നമ്മൾ പണ്ടൊക്കെ നമുക്ക് നോക്കിയാൽ കാണാമായിരുന്നു. പർവ്വതങ്ങളിലേക്ക് നോക്കിയാൽ അവിടെ നിന്ന് ഏത് വേനലിലും പർവ്വതങ്ങളിൽ നിന്ന് ജലം പ്രവഹിച്ചിരുന്നു. ഇന്ന് അതിനുള്ള കഴിവ് നമ്മൾ നഷ്ടപ്പെടുത്തി. കാരണം എന്താണ്? അവയിലേക്ക് പർവ്വതങ്ങൾ മുകളിലേക്ക് ജലം വലിച്ചെടുത്തിരുന്ന, ജലാശയങ്ങളിൽ നിന്ന് ജലം മുകളിലേക്ക് വലിച്ചെടുത്തുകൊണ്ടാണ് അതിനെ പ്രവഹിപ്പിച്ചിരുന്നത്. ഒരു ഫൗണ്ടൻ കണക്കാണ് പർവ്വതങ്ങളിലൂടെ ജലം വന്നിരുന്നത്.
അതിന്റെ ചുവടെല്ലാം നമ്മൾ നശിപ്പിച്ചപ്പോ എന്തായി തീർന്നു? വെള്ളം അങ്ങോട്ട് കയറാൻ വഴിയില്ലാതെയായി തീർന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന, അതുകൊണ്ടാണ് പർവ്വതങ്ങളെ ഭൂധരങ്ങൾ എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. ഭൂധരങ്ങൾ, അചലങ്ങൾ, അങ്ങനെ പദങ്ങളൊക്കെ ഉണ്ട്. ഭൂധരങ്ങളാണ്, ഭൂമിയെ പാലിക്കുന്നവയാണ് എന്നർത്ഥം. എങ്ങനെ? ജീവജാലങ്ങൾക്ക് വേനലിലും ജലം ഒഴുക്കി കൊടുത്തുകൊണ്ട്, മഴ പെയ്യുമ്പോൾ അവിടെ തങ്ങുന്ന വെള്ളമല്ല നല്ല കടുത്ത വേനലിൽ അവിടെ നിന്ന് വരുന്നത്. പർവ്വതങ്ങളിലേക്ക് ഭൂമിയുടെ അടിയിലൂടെയുള്ള ജലപ്രവാഹമാണ് അതിലൂടെ വരുന്നത്. അതും എന്തല്ല, അത് വെറും വെള്ളം മാത്രമല്ല എന്ന് പറഞ്ഞാൽ അത് വെറും H2O എന്ന് നമ്മൾ പറയുന്ന ആ വെള്ളം മാത്രമല്ല. അതിലെന്തുണ്ട്? അതിൽ അപ്സ്വന്തഃ അമൃതം, അതില് എന്തുണ്ട്? പ്രാണവായു അതിലുണ്ട്. അപ്സു ഭേഷജം, അതിലും ഔഷധങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു വൃക്ഷങ്ങളുടെ കാര്യം, ചെടികളുടെ കാര്യം ഒക്കെ നമ്മൾ പറഞ്ഞു. എല്ലാം എന്താണ്? എല്ലാം ഔഷധങ്ങളാണ്. അപ്പോൾ പർവ്വതങ്ങൾ എന്താണ്? ധാരാളം വൃക്ഷങ്ങളും ചെടികളും ഒക്കെ ഉള്ളതാണ് പർവ്വതങ്ങൾ. അവയുടെ വേരിലൂടെ തട്ടി അവയുടെ കായും പൂവും എല്ലാം അവയുടെ ഗുണങ്ങൾ വഹിച്ചുകൊണ്ടാണ്, അതെല്ലാം ഔഷധമാണ്. അപ്പോൾ ആ ഔഷധ ഗുണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ജലം വരുന്നത്. അമ്മയുടെ സ്തന്യം എന്തല്ല? മുലപ്പാൽ എന്ന് പറയുന്നത് അമ്മ കഴിക്കുന്ന ഭക്ഷണം എല്ലാം നമ്മൾ എടുത്തിട്ട് അതിന്റെ എല്ലാം എസൻസ് നമ്മൾ എടുക്കുക. മുലപ്പാലിന്റെ ഗുണം അതിനുണ്ടാവോ? ഉണ്ടാവില്ല. അമ്മയുടെ സ്നേഹം അതിനെന്താക്കി തീർക്കുന്നുണ്ട്? കുഞ്ഞിനെ ജീവാതുഭൂതമാക്കുന്നു എന്നാണ്. ജീവാതു എന്ന് പറഞ്ഞാൽ ജീവനൌഷധം. ആ കുഞ്ഞിനെ ആജീവനാന്തം ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് വേണ്ട മഹത്തായ ഔഷധമാണ് അമ്മ മുലപ്പാലിലൂടെ കുഞ്ഞിന് നൽകുന്നത്. അത് ഇതുപോലെയാണ്. ഈ പർവ്വതങ്ങളിലൂടെ വരുന്ന ജലം എന്തല്ല? അത് വെറും ജലമല്ല, അതിൽ ധാരാളം ഔഷധങ്ങളും പ്രാണവായുവും അതിൽ അടങ്ങിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവയെ നൽകുന്ന പർവ്വതങ്ങൾ ഭൂമിയുടെ സ്ഥലങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വിധത്തിൽ ഔഷധം, അതുപോലെ തന്നെ നമ്മുടെ ജീവനെ നിലനിർത്തുവാൻ വേണ്ടതെല്ലാം, അവശ്യം വേണ്ടതിനെയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രകൃതി നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് അവയെ നമ്മൾ എന്തായിട്ട് കാണുന്നത്? ഇപ്പൊ പർവ്വതത്തെ നമ്മൾ എന്തായിട്ട് കാണുന്നു? ദേവതയായിട്ട് കാണുന്നു. കാളിദാസൻ പറയുന്നു, അസ്തി ഉത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ പൂർവാപരൗ തോയനിധീവഗാഹ്യ സ്ഥിത പൃഥിവ്യായിവ മാനദണ്ഡ. ഭാരതത്തിന്റെ എന്താണ്? വടക്ക് ദിക്കിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള സമുദ്രങ്ങളിലേക്ക് പ്രവേശിച്ച് കിടന്നുകൊണ്ട് ഭൂമിയുടെ അളവുകോല് പോലെ സ്ഥിതി ചെയ്യുന്ന ഹിമവാൻ എന്ന ദേവതാത്മാവായ പർവ്വതമുണ്ട് എന്നാണ് കാളിദാസൻ പറഞ്ഞിരിക്കുന്നത്. ദേവതയായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ വടക്ക് ദിക്കിനെ നാം പറയുന്നു ഉത്തരദിക്ക് എന്നാണ് പറയുന്നത്. ഉത്തരദിക്ക് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിനെ വാമദിക്ക് എന്ന് പറയേണ്ടി വരുമായിരുന്നു. കാരണം നമ്മുടെ ദിക്കുകളെ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്? നമ്മൾ പറയുന്നത് ദിക്കുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കിപ്പോ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിന് പറയുന്ന പേര് പ്രാചി, അപാചി, പ്രതീജി, ഉദീജി എന്നാണ് നമ്മുടെ ദിക്കുകളുടെ പേര്. പ്രാചി, അവാചി, പ്രാചി, അവാചി, പ്രതീജി, ഉദീജി. പിന്നെ എങ്ങനെയാണത് പൂർവവും പശ്ചിമവും ദക്ഷിണവും ഉത്തരവുമായത്? നമ്മുടെ പ്രഭാതവന്ദനം, രാവിലെ നമ്മൾ നടത്തുന്ന സന്ധ്യാവന്ദനം രാവിലെ തന്നെ നാം കിഴക്ക് ദിക്കിലേക്ക് നോക്കിക്കൊണ്ട് ഇന്ദ്രായ സ്വാഹ പ്രാച്യൈ ദിശേ നമഃ, ഇന്ദ്രദിക്കാണ് കിഴക്ക്. അപ്പോ രാവിലെ തന്നെ തിരിഞ്ഞു നിൽക്കുന്നത് കിഴക്കോട്ടാണ്. കിഴക്കോട്ട് നിൽക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ദിക്ക്, മുന്നിലുള്ളത് പൂർവം, മുന്നിൽ. അങ്ങനെയാണ് കിഴക്ക് ദിക്ക് എന്തായത്? നമുക്ക് പൂർവ്വ ദിക്കായത്. അങ്ങനെ നിൽക്കുമ്പോൾ നേരെ പിന്നിൽ പശ്ചാത് എന്ന് പറഞ്ഞാൽ പിന്നിൽ എന്നല്ലേ അർത്ഥം. പശ്ചാത്താപം. ഒരു എന്താണ്? തെറ്റ് ചെയ്താൽ പിന്നീട് ഉണ്ടാകുന്ന ദുഃഖമാണ് പശ്ചാത്താപം. ഈ പശ്ചാത്ത് എന്നാണ് നമ്മൾ പടിഞ്ഞാറ് ദിക്കിന് കൊടുത്ത പര്യായം. കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ പിന്നിലുള്ളത് പശ്ചാത്. അതാണ് പാശ്ചാത്യം എന്നൊക്കെ വന്നത്, പടിഞ്ഞാറ്. കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആളുടെ വലതുവശം തെക്ക്, വലതുവശം. അങ്ങനെയാണ് തെക്ക് ഭാഗം എന്തായി തീർന്നത്? ദക്ഷിണ ഭാഗമായത്.
ദക്ഷിണം എന്ന് പറഞ്ഞാൽ വലത് എന്നല്ലേ അർത്ഥം. ദക്ഷിണ ദിക്കായത്. അങ്ങനെയാണ് തെക്കിന് ദക്ഷിണം എന്ന് പേര് വന്നത്. നമ്മുടെ സന്ധ്യാവന്ദനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പേരുകൾ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ വലത്തോട്ടാണ് തിരിയുക സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ. ആദ്യം കിഴക്കോട്ട്, ഇന്ദ്രായ സ്വാഹ പ്രാച്യേ ദിശേ നമഃ, വലത്തോട്ട് തിരിയുകയാണ്. അപ്പൊ തെക്ക് ദിക്കായി അല്ലെ. അവിടുത്തെ ദേവനാരാണ്? യമനാണ്. യമായ സ്വാഹ അപാച്യൈ ദിശേ നമഃ എന്ന് പറയുന്നു. വീണ്ടും വലത്തോട്ട് തിരിയുമ്പോ പടിഞ്ഞാറായി വരുണായ സ്വാഹ അല്ലെ, പ്രതീച്യൈ ദിശേ നമഃ. വീണ്ടും വലത്തോട്ട് തിരിയുമ്പോഴാണ് വടക്ക് ദിക്ക്. കിഴക്ക് ഭാഗം, തെക്ക് ഭാഗം ദക്ഷിണ ഭാഗമാണെങ്കിൽ വടക്ക് ഭാഗം വാമഭാഗമാകണം, ഇടത്ത്. വാമം ഇടത്ത്. പക്ഷെ നമ്മൾ വാമം എന്നല്ല പറയുന്നത്. അവിടെയാണ് നമ്മുടെ ഹിമവാൻ എന്ന് പറയുന്ന പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഉയർന്നു കിടക്കുന്ന ദിക്കാണ് ഉത്തരം. ഏറ്റവും ഉയർന്നു കിടക്കുന്ന ദിക്കിനെ നമ്മൾ വാമദിക്കെന്ന് പറഞ്ഞില്ല, ഉത്തര ദിക്കെന്ന് പറഞ്ഞു. കാരണം എന്താണ്? അസ്തി ഉത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ. അതിനെയും നമ്മൾ എന്തായി കാണുന്നു? ദേവതയായി കാണുന്നു. ഭാരതത്തിന്റെ ഭാഗ്യവിധാതാക്കളിൽ ഒന്ന് എന്താണ്? നമ്മുടെ ഹിമാലയ പർവ്വതമാണ് അല്ലെ. നമ്മൾ ദേശീയഗാനം ചൊല്ലുമ്പോഴും നമ്മളത് ചൊല്ലുന്നുണ്ട് അല്ലെ. വിന്ധ്യ ഹിമാലയ യമുന ഗംഗ അല്ലെ, വിന്ധ്യൻ ഹിമാലയം അല്ലെ, യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ. ഉജ്ജല ജലധി തരംഗ, ഉജ്ജലം ഉയർന്നുല്ലസിക്കുന്ന ജലധി തരംഗങ്ങളോട് കൂടിയതാണ്. ഇവരെല്ലാം നമ്മുടെ എന്താണ് ചെയ്യുന്നത്? തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷമാകെ. അങ്ങയുടെ അല്ലയോ ഭാരതാംബെ, അങ്ങയുടെ ശുഭമായ നാമത്തിൽ അവ ഉണരുകയും അങ്ങേക്ക് ആശിസ്സുകളെ യാചിക്കുകയും ചെയ്യുന്നു എന്ന് പറയും. നോക്കൂ, എവിടെയൊക്കെ എന്തിനെയെല്ലാം നമ്മുടെ സംസ്കാരവുമായി നാം ചേർത്ത് പിടിച്ചിരിക്കുന്നു അല്ലെ. ഇളകി മറിയുന്ന സാഗര തരംഗങ്ങൾ വരെ, സാഗരത്തിലെ തിരകകൾ വരെ അതല്ലേ ഉജ്ജല ജലധി തരംഗ. ഉജ്ജലത്തായിരിക്കുന്ന ജലധിയുടെ തരംഗം. ഇതിനെയെല്ലാം നമ്മൾ എന്തായി കാണുന്നു? നമ്മൾ ദേവതകളായി കാണുന്നു. ദേവതകളിലേക്ക് ഒന്നും നാം എത്തിയില്ല. നമ്മളിപ്പോ വായുവിനെയും ജലത്തെയും കുറിച്ചേ പറഞ്ഞുള്ളൂ. അപ്സ്വന്തരമൃതം അപ്സു ഭേഷജം ആപോ ഭവന്തു പീതയെ. അങ്ങനെയുള്ള ജലമാണ് നമുക്ക് പാനത്തിനായി ഭവിക്കേണ്ടത് എന്ന് പറഞ്ഞ് പിന്നെയും നമ്മൾ പുണ്യാഹ മന്ത്രങ്ങളിൽ കുറെ മന്ത്രങ്ങൾ ജലത്തെക്കുറിച്ച് പോലും പറയുന്നുണ്ട്. നമ്മുടെ സമയം ഇവിടെ അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് 8:33 അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ നിർത്തേണ്ടിയിരിക്കുന്നു. ചെറിയ ഒരു ഭാഷണം കൊണ്ടൊന്നും തീർക്കാവുന്നതല്ല വേദങ്ങളുടെ ദേവതാ സങ്കല്പത്തെ കുറിച്ച്. വേദം പറയുന്ന ഏതാശയവും അങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. അത്രയേറെ വിപുലമായിട്ടുള്ള ആശയതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വേദങ്ങൾ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കേട്ട എല്ലാവർക്കും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിച്ചു കൊള്ളട്ടെ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് അറിയാവുന്നത് പോലെ ഞാൻ പറഞ്ഞു തരാം. എല്ലാ സംശയവും നീക്കാം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പറയുന്നത് പോലെ പറ്റുന്ന പോലെയാകാം. സമയമുണ്ടെങ്കിൽ അതിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഞാൻ എന്തായാലും റെഡിയാണ് കുറെ നേരം കൂടിയൊക്കെ ഇരിക്കാനായിട്ട്. അസ്തു, നമസ്കാരം.